പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഒരു മനോഹരമായ പ്രഭാതത്തിൽ നാം എത്തപ്പെട്ടു. കഴിഞ്ഞ രാത്രി സുഖകരമായി ഉറങ്ങി നല്ലൊരു പ്രഭാതം തന്നതിന് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹായ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വിഷയം പുതിയ നിയമത്തിൽ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു വിധവയായ സ്ത്രീയുടെ വിഷയമാണ്. ഒരു വിധവയായ സ്ത്രീ ദൈവാലയത്തിലേക്ക് വരുന്നു. അവൾക്ക് ഉള്ളത്, അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ 2 കാശ്, ആ പൈസ അവൾ മുഴുവനും ഭണ്ഡാരത്തിൽ ഇടുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം മുതൽ 44-ാമത്തെ വാക്യം വരെയും, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലുമാണ് നമ്മൾ ഈ ഭാഗങ്ങൾ കാണുന്നത്. ഈ സ്ത്രീയുടെ ചില പ്രത്യേകതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ആധാരമാക്കി നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ സ്ത്രീ അവൾക്കുള്ളത് മുഴുവനും അവൾ ദൈവാലയത്തിൽ സമർപ്പിക്കുകയാണ്. ഈ സമയം യേശുക്രിസ്തു ഇവൾ ഈ കാശിടുന്നത് നോക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ എന്താണ്? അതാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇവളുടെ കയ്യിലുള്ള തുക മുഴുവനും അവൾ ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്നു. അത് യേശു ശ്രദ്ധിക്കുന്നു, അതിനെ ശ്ലാഘിക്കുന്നു എന്ന് വേണ്ട ആ നിലയിലുള്ള കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥതലം എന്താണ്? നമുക്കറിയാം, സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടോ ജാതിപരമായതുകൊണ്ടോ അല്ലെങ്കിൽ പൈസ ധനസമ്പാദം കൊണ്ടോ ഒക്കെ ഒരുപാട് താഴെക്കിടയിൽ കിടക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് സമൂഹം കൊടുക്കുന്ന മാന്യത എന്താണ്? മാന്യത എന്ന് പറയുന്നത് പുച്ഛമാണ്. അങ്ങനെയുള്ളവരെ കാണുന്നത് പുച്ഛമാണ്. സമ്പത്തില്ലേ, അവനുമായിട്ട് ആരും കൂട്ടുകെട്ടാൻ ആഗ്രഹിക്കില്ല. അവൻ്റെ കയ്യിൽ ധാരാളം സമ്പാദ്യം ഇല്ലെങ്കിൽ ആ വ്യക്തിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്താനോ ആ വ്യക്തിയുമായിട്ടൊരു ചങ്ങാത്തം കൂടാനോ സമൂഹം ആഗ്രഹിക്കുന്നില്ല. നല്ല ഡ്രസ്സ് ധരിക്കാത്ത, നല്ല വീടില്ലാത്ത, നല്ല വിദ്യാഭ്യാസമില്ലാത്ത, കാണാൻ സൗന്ദര്യമില്ലാത്ത എന്നു വേണ്ട സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ കിടക്കുന്നവരെ പുച്ഛത്തോടെ, ഒരു അറപ്പോടെ, വെറുപ്പോടെ നോക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങൾ. ഈ സ്ത്രീ ദൈവാലയത്തിൽ വരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ വേണ്ട നിലയിലുള്ള ഒരു പ്രാധാന്യത അവൾക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒരുപോലെ തന്നെയാണ് സമൂഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ അവൾ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, ആ ആഴത്തിൽ നിന്നുമാണ് തനിക്കുള്ളത് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത്. എന്നാൽ സമൂഹം പിന്തള്ളിയ, സമൂഹം അകറ്റി നിർത്തിയ, സമൂഹം ആദരിക്കാത്ത, സമൂഹം വേണ്ട എന്ന് കൽപ്പിക്കുന്ന അങ്ങനെയുള്ളവരെ മാർവോട് ചേർത്ത് പിടിക്കുന്നവനാണ് യേശു കർത്താവെന്ന് പറഞ്ഞു. ഈ പ്രഭാതത്തിൽ എൻ്റെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏതെങ്കിലും തുറകളിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി,
മാറ്റി നിർത്തപ്പെട്ടവനായി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇനി എനിക്ക് സമൂഹത്തിൽ നിന്നൊരു നീതി ലഭിക്കില്ല, ഇനി എനിക്ക് സമൂഹം എന്നെ അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ, സ്നേഹിത, ഈ പ്രഭാതത്തിലെ ചിന്ത താങ്കളോടാണ്. എന്താണ് എൻ്റെ യേശു അപ്പച്ചന് പറയാനുള്ളതെന്നറിയാമോ? ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും നോ നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ പ്രതാപമോ നിങ്ങളുടെ ജാതിയോ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ആർ യു റിയലി ലവിങ് ഗോഡ്? നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് നിങ്ങളെ സ്നേഹിപ്പാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്കൊരു ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യണമെന്ന് അവരാഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. നീ പ്രത്യുപകാരം ചെയ്താലും ഇല്ലെങ്കിലും, താങ്കൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, കർത്താവ് താങ്കളെ അധികമായി സ്നേഹിക്കുന്നു. ഇവിടെ ചില പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, അവൾ കർത്താവിനാൽ പ്രശംസിക്കപ്പെടുകയാണ്. 2, അവൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എന്ന തത്വം അനുസരിച്ച് അവൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശംസയ്ക്ക് പാത്രീഭൂതമായി. നിന്ദിച്ച ജനത്തിൻ്റെ നടുവിൽ, തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ, അകറ്റി നിർത്തിയവരുടെ നടുവിൽ അവളെ കർത്താവ് മാനിക്കുകയാണ്. സ്നേഹിത, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മാന്യത കർത്താവ് എടുത്തു കാട്ടും. ഇന്ന് സമൂഹം നിന്നെ വെറുപ്പോടെ കയ്പോടെയാണ് നോക്കുന്നതെങ്കിൽ നിരാശപ്പെടണ്ട. ദൈവത്തിന് നിന്നെ ഉപയോഗിപ്പാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ ഒരു സമയമുണ്ട്. അതുകൊണ്ട് ലേഖകൻ വിളിച്ചു പറയുന്ന വാക്യം പറഞ്ഞ് പ്രഭാതത്തിലെ ഈ ചെറിയ ചിന്തയ്ക്ക് ഞാൻ വിരാമം കുറിക്കാം. ലേഖകൻ പറയുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അതെ, നിങ്ങൾ താണിരിക്കൂ. ഇന്നത്തെ പുച്ഛം നാളത്തെ മഹത്വകരമായി തീരും. ഇന്നത്തെ നിന്ന നാളത്തെ ഒരു ആദരവായി മാറും. ഇന്നത്തെ അപമാനം നാളത്തെ ഒരു മാനമായി മാറും. ഈ പ്രഭാത സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. താങ്ക് യു സോ മച്ച്. ഗാഡ് ബ്ലെസ് യു.